ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യ ജനകീയ സംരംഭവും മലയാളികളുടെ വേറിട്ട ദൃശ്യാനുഭവവുമായ കൈരളി ടിവിക്ക് ഇന്ന് 27ാം പിറന്നാൾ. യഥാർത്ഥ വാർത്തകൾ മറച്ചുവെക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിവിട്ട ഇടപെടലുകൾ നടത്തുന്ന കാലത്ത് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് നടത്തുന്ന ബദൽ മാധ്യമ പ്രവർത്തനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാവുകയാണ്. മാധ്യമ ഉടമകളെ സ്വാധീനിച്ച് വാർത്ത മുക്കും. തയ്യാറാവാത്തവരുടെ വാർത്തകൾ മെറ്റയെ സ്വാധീനിച്ച് നീക്കം ചെയ്യും. ഇങ്ങനെയെല്ലാമാണ് വരുന്ന കാലമെന്ന് 26 വർഷം മുമ്പ് കേരളത്തിലെ പുരോഗമന ലോകം തിരിച്ചറിഞ്ഞു. അവർ പടുത്തുയർത്തിയ ജനകീയ മാധ്യമ ബദലാണ് കൈരളി ടിവി. മലയാളികൾക്കായി, മലയാളിയുടേത് മാത്രമായ, മലയാളികൾക്ക് പൂർണ്ണമായും അവകാശപ്പെട്ട ഒരു ടെലിവിഷൻ ചാനൽ കൈരളി. മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ടെലിവിഷൻ ചാനൽ. പാവപ്പെട്ടവരും സാധാരണക്കാരും ഉൾപ്പെടെ 2.5 ലക്ഷത്തോളം ഓഹരി ഉടമകളുടെ ഉടമസ്ഥതയിലുള്ള ലോകത്തെ ഏക മാധ്യമ സ്ഥാപനമാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്. മുഖ്യധാര മാധ്യമങ്ങൾ കോട്ടകെട്ടി മറച്ചുപിടിച്ച പലതും കൈരളിയിലൂടെ ലോകമറിഞ്ഞു. ചില ഘട്ടത്തില് ചിലര് പേരെടുത്ത് പറഞ്ഞ് കൈരളിയെ വിലക്കിയിട്ടുണ്ടാകാം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൈരളിയിൽ നിന്നാണോ, മറുപടിയില്ല എന്ന് ചിലപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. ക്ഷണിച്ചു വരുത്തിയിട്ട് അകത്ത് വേണ്ട, നിങ്ങൾ പുറത്തു പോയിക്കോ എന്ന് ചില ഘട്ടത്തിൽ നിങ്ങളോട് ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇതുകൊണ്ടൊന്നും കൈരളി തളർന്നില്ല എന്നത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. വിനോദ ചാനലായ കൈരളി, വാർത്താ ചാനലായ കൈരളി ന്യൂസ്, യുവജന ചാനലായ വി, ഗൾഫ് മലയാളികൾക്കായി കൈരളി അറേബ്യ, ഓൺലൈൻ മാധ്യമമായ കൈരളി ന്യൂസ് ഓൺലൈൻ, മാധ്യമരംഗത്തെ വൈവിധ്യങ്ങളുമായി കൈരളി മുന്നോട്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട. നിങ്ങൾ അല്ലല്ല, നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. കൈരളിയുടെ തിടുക്കൊക്കെ എനിക്ക് മനസ്സിലാകും. ഭീഷണികൾ, നിരോധനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പക്ഷേ കാലം തെളിയിച്ചു കൈരളിയാണ് ശരിയെന്ന്. ന്യൂസ് ഡെസ്ക്.